ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു സി സമ്മിറ്റ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മെയ്യിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. അതിൽ തന്നെ സ്പോർട്സും ബുക്സും ആണ് കവർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്പോർട്സ് ന്യൂസ് നോക്കാം. ഫസ്റ്റ് ന്യൂസ് ബാഡ്മിൻ്റൺ റിലേറ്റഡ് ആണ്. ചൈന ക്ലിഞ്ചേഴ്സ് 14 സുധർമാൻ കപ്പ് ടൈറ്റിൽ. സുധർമാൻ കപ്പ് എന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ റിലേറ്റഡ് ആണ്. സുധർമാൻ കപ്പ് 2025 അതൊരു വേൾഡ് മിക്സ്ഡ് ടീം ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പാണ്. സോ ആരാണ് വിൻ ചെയ്തിരിക്കുന്നത്? ചൈനയാണ്. റണ്ണറപ്പ് ആരാണ്? സൗത്ത് കൊറിയനെ ഡിഫീറ്റ് ചെയ്തിട്ട് ചൈനയാണ് ആ ടൈറ്റിൽ എടുത്തത്. സുധർമാൻ കപ്പ് നടന്നത് ചൈനയിലാണ്. സിയാമൻ ചൈനയിൽ വെച്ചിട്ടാണ് മാച്ച് നടന്നത്. ഇപ്പോൾ സുധർമാൻ കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ 1989. ഇന്ത്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ഇതുവരെ ആ ടൈറ്റിൽ വിൻ ചെയ്തിട്ടില്ല. 2 പ്രാവശ്യം ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്, 2011-ലും 2017-ലും. അപ്പോൾ സുധർമാൻ കപ്പ് ബാഡ്മിൻ്റനാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ചൈനയാണ് ഇപ്രാവശ്യത്തെ വിന്നർ. ആരെ ഡിഫീറ്റ് ചെയ്തത്? സൗത്ത് കൊറിയനെ ഡിഫീറ്റ് ചെയ്തിട്ട്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ടെന്നീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഓപ്പൺ 2025. സോ ഇറ്റാലിയൻ ഓപ്പൺ 2025 കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിലത്തെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സോ മെൻ കാറ്റഗറിയിൽ ആരാണ് വിന്നർ? സ്പെയിൻ പ്ലെയർ ആയിട്ടുള്ള കാർലോസ് അൽക്കറാസ് ആണ് വിന്നർ. റണ്ണറപ്പ് ആരാണ്? ഇറ്റലി പ്ലെയർ ആയിട്ടുള്ള ജാനിക് സിനർ ആണ്. വുമൺ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇറ്റലി പ്ലെയർ ആയിട്ടുള്ള ജാസ്മിൻ പൗലനി ആണ് വിന്നർ. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? US പ്ലെയർ ആയിട്ടുള്ള കൊക്കോ ഗോഫിനെയാണ് ഡിഫീറ്റ് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025. അപ്പോൾ ഇപ്രാവശ്യം നടന്നത് ബീഹാറിൽ വെച്ചിട്ടാണ്. 4th to 15th മെയ്യിലായിരുന്നു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത്. സോ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 ഇപ്രാവശ്യത്തെ 7th എഡിഷൻ ആണ് നടന്നത്. ബീഹാറിലാണ് നടന്നത്. 26 കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡെമോ സ്പോർട്സ്, അതായത് സ്പോർട്സ് ആയിരുന്നു ഡെമോ സ്പോർട്ട്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ വീഡിയോ ഗെയിംസ് അതിനാണ് അവർ പറയുന്നത്. അപ്പോൾ 26 കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ഉണ്ടായിരുന്നു. സോ ഇത് വിൻ ചെയ്തിരിക്കുന്നത് ആരാണ്? മഹാരാഷ്ട്രയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വിൻ ചെയ്തത് വിത്ത് 158 മെഡൽസ്. അതിൽ തന്നെ 58 ഗോൾഡും 47 സിൽവറും 53 ബ്രോൺസുമാണ് മഹാരാഷ്ട്ര വിൻ ചെയ്തത്. സെക്കൻഡ് പ്ലേസിൽ വന്നത് ഹരിയാനയും, തേർഡ് പ്ലേസിൽ രാജസ്ഥാനുമാണ്. അപ്പോൾ ഫസ്റ്റത്തെ 3 പ്ലേസസ് എന്തായാലും ഓർത്തിരിക്കണം. ഫസ്റ്റ് മഹാരാഷ്ട്ര, സെക്കൻഡ് ഹരിയാന, തേർഡ് രാജസ്ഥാൻ. പിന്നെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മാസ്കോട്ട്, ഒഫീഷ്യൽ മാസ്കോട്ട് എന്താണ്? നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഗജസിംഹയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ മാസ്കോട്ട്. നമുക്ക് നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്നതാണ്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2025 എവിടെയാണ് നടന്നത്? ദദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു അവിടെയാണ് നടന്നത്. മെയ് 19 തൊട്ട് 24 വരെയായിരുന്നു ഈ മാച്ച് നടന്നത്. അതിൽ ഇനി ആരൊക്കെയാണ് വിന്നർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു. സോ എവിടെയാണ് നടന്നത്? ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദമാൻ ആൻഡ് ദിയു. വിന്നർ ആരാണ്? മണിപ്പൂറാണ് വിന്നറായിട്ടുള്ളത്. മൊത്തം 14 മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് മണിപ്പൂർ. ഇതിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ടിൻ്റെ പേരാണ് പേൾ എന്ന് പറയുന്ന ഒരു ഡോൾഫിനാണ്. നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ ഇതാണ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൻ്റെ മാസ്കോട്ട്. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിൽ 6 കോമ്പറ്റീറ്റീവ് സ്പോർട്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 ഡെമോൺസ്ട്രേഷൻ സ്പോർട്സാണ് ഉണ്ടായിരുന്നത്. മെഡൽ ടാലി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു മണിപ്പൂരാണ് വന്നത്, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് ഇംഗ്ലണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ടേബിൾ നോക്കിയാൽ അറിയാം, നമ്പർ ഓഫ് ഗോൾഡ് മെഡൽ ഇവർക്ക് ഫസ്റ്റ് 4 വരെ സെയിം ആണ്, 5 ഗോൾഡ് മെഡലാണ്. സോ നമ്പർ ഓഫ് സിൽവർ മെഡലിൻ്റെ ബേസിസിലാണ് ഇവർ 1, 2, 3 വെച്ച് റാങ്ക് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് 3 എന്തായാലും ഓർത്തിരിക്കണം. ഫസ്റ്റ് മണിപ്പൂർ, സെക്കൻഡ് മഹാരാഷ്ട്ര, തേർഡ് നാഗാലാൻഡ് ആണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ചെസ് റിലേറ്റഡ് ന്യൂസാണ്. ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള പ്രജ്ഞാനന്ദ വിൻസ് സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ഇൻ ബുച്ചാറസ്റ്റ്, റൊമാനിയ. സോ പ്രജ്ഞാനന്ദ നമുക്കറിയാം ചെസ് പ്ലെയർ ആണ്. സോ ഹി ഹാസ് വോൺ സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക്. അപ്പോൾ ആ ടൈറ്റിലാണ് പ്രജ്ഞാനന്ദ വോൺ ചെയ്തിരിക്കുന്നത്. ഒരു 1 ലൈൻ ന്യൂസാണ്, അത് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. തമിഴ്നാടു's LR ശ്രീഹരി became India's latest and 86th Grandmaster. സോ ഇതാണ് LR ശ്രീഹരി. He has become 86th Grandmaster. 85th Grandmaster ആരാണ്? P ശ്യാം നിഖിലാണ് 85th Grandmaster. തമിഴ്നാട് സ്വദേശിയാണ് P ശ്യാം നിഖിൽ. ഓക്കെ,
ഇനി നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് ഇന്ത്യയിലത്തെ ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് വേൾഡിൽ തന്നെ ചെസ്സിൽ ഹയസ്റ്റ് ടൈറ്റിലാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത്, അഥവാ GM. അത് വുമണിനും കൊടുക്കാം മെന്നിനും കൊടുക്കാം. പിന്നെ അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ടൈറ്റിലാണ് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ WGM. അപ്പോൾ അതൊക്കെ ആരും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ഈ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ വുമണിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടും കൺഫ്യൂഷനായി പോകരുത്. ഗ്രാൻഡ് മാസ്റ്റർ വേറെ ടൈറ്റിലാണ്, വുമൺ ഗ്രാൻഡ് മാസ്റ്റർ വേറെ ടൈറ്റിലാണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ, ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ് ഇൻ 1988. അതേപോലെ തന്നെ ഫസ്റ്റ് ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൊനെറു ഹംപിയാണ് ഫസ്റ്റ് ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ ഇൻ 2002. പിന്നെ ഇന്ത്യയിൽ നിന്ന് ആകെ 3 ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്ററാണ് ഉണ്ടായിട്ടുള്ളത്. സെക്കൻഡ് ആരായിരുന്നു? ദ്രോണാവല്ലി ഹരികയാണ് സെക്കൻഡ് ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ. തേർഡ് ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? വൈശാലി, വൈശാലി, നമ്മുടെ പ്രജ്ഞാനന്ദൻ്റെ സിസ്റ്ററാണ് വൈശാലി. ഓക്കെ, സോ ഓൾറെഡി 3 വുമൺ ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ ആണല്ലോ. സോ 3 പേര് പേര് ഓർത്തിരിക്കണം. നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് ഇന്ത്യാസ് ഫസ്റ്റ് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, WGM ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു ടൈറ്റിലാണ് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ. അത് ഫസ്റ്റ് വുമൺ ആർക്കാണ് കിട്ടിയത്? സുബ്ബരാമൻ വിജയലക്ഷ്മി. 2001 സുബ്ബരാമൻ വിജയലക്ഷ്മിക്ക് വുമൺ ഗ്രാൻഡ് മാസ്റ്റർ എന്ന ടൈറ്റിൽ കിട്ടിയത്. പിന്നെ വേറൊരു ടൈറ്റിലാണ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ മാസ്റ്റർ. അതാർക്ക് കിട്ടിയത്? ഇന്ത്യയിൽ നിന്ന് മാനുവൽ ആരോണിനാണ് 1961 അത് കിട്ടിയത്. പിന്നെ ഫസ്റ്റ് വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്ററും അതും വേറെ തന്നെ ടൈറ്റിലാണ്. അതാർക്ക് കിട്ടിയത്? ജയശ്രീ ഖദിക്കർ ഇൻ 1979 ജയശ്രീ ഖദിക്കറിനാണ് ഫസ്റ്റ് വുമൺ ഇൻ്റർനാഷണൽ മാസ്റ്റർ കിട്ടിയിരിക്കുന്നത്. സോ നെക്സ്റ്റ് ന്യൂസ് നോക്കാം നമുക്ക്. ജോ റൂട്ട് ബിക്കംസ് ഫാസ്റ്റസ്റ്റ് പ്ലെയർ ടു സ്കോർ 13,000 ടെസ്റ്റ് റൺസ്. ജോ റൂട്ട് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പ്ലെയർ ആണ്. സോ ഹീ ഹാസ് ബിക്കം ഫാസ്റ്റസ്റ്റ് പ്ലെയർ ടു സ്കോർ 13,000 ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് 13,000 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ആരാണ്? ജോ റൂട്ട്. ഇംഗ്ലണ്ട് പ്ലെയർ ആണ് കേട്ടോ, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പ്ലെയർ ആണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. റിട്ടയർമെൻ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ഹാസ് അനൗൺസ്ഡ് റിട്ടയർമെൻറ്റ് ഫ്രം ടെസ്റ്റ് ക്രിക്കറ്റ്. സോ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയും. നെക്സ്റ്റ് ന്യൂസ്. കുഷ് മെയ്നി ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ F2 മൊണാക്കോ ഗ്രാൻഡ് പ്രി. F2 മൊണാക്കോ ഗ്രാൻഡ് പ്രി കാർ റേസിംഗ് റിലേറ്റഡ് ആണ്. സോ അതിൽ ഫസ്റ്റ് ഇന്ത്യൻ ആണ് ഈ ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. ആരാണ് വിൻ ചെയ്തത്? കുഷ് മെയ്നിയാണ്. കുഷ് മെയ്നി ഫസ്റ്റ് പ്രാവശ്യമല്ലേ ജയിച്ചത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ടൈറ്റിൽ? F2 മൊണാക്കോ ഗ്രാൻഡ് പ്രി. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഫുട്ബോൾ റിലേറ്റഡ് ആണ്. ബാർസലോണ ക്ലെയിം ദെയർ 28th ലാ ലിഗ ടൈറ്റിൽ ഡിഫീറ്റിംഗ് എസ്പാന്യോൾ. ഇതൊക്കെ ജസ്റ്റ് 1 ലൈൻ ഹെഡിങ് ന്യൂസാണ്. അപ്പോൾ 28th എഡിഷൻ ആയിട്ടുള്ള ലാ ലിഗ ആരൊക്കെയാണ് കിട്ടിയത്? ബാർസലോണ ആണ് ജയിച്ചത്. ആരെ ഡിഫീറ്റ് ചെയ്തു? എസ്പാന്യോളിനെ ഡിഫീറ്റ് ചെയ്തു. വീണ്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് 2024-25 ആരാണ് വിൻ ചെയ്തത്? ലിവർപൂൾ വിൻ ചെയ്തു. റണ്ണറപ്പ് ആരാണ്? ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ് റണ്ണറപ്പ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് SAFF അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് 2025. SAFF എന്ന് പറയുമ്പോൾ സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. അണ്ടർ-19 വരുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ബീറ്റ്സ് ബംഗ്ലാദേശ്. സോ ഇന്ത്യൻ ഫുട്ബോൾ ആ ടൈറ്റിൽ വിൻ ചെയ്തിരിക്കുകയാണ്. ആരെ ബീറ്റ് ചെയ്തു? ആരാണ് റണ്ണറപ്പ് ആയത്? ബംഗ്ലാദേശിനെ ബീറ്റ് ചെയ്തിട്ട് ഇന്ത്യ സാഫ് അണ്ടർ-19 ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിരിക്കുന്നു ഇന്ത്യക്ക്. നെക്സ്റ്റ് ന്യൂസ്. പങ്കജ് അദ്വാനി വിൻസ് 2025 CCI ബില്യാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ ഇൻ മുംബൈ. സോ പങ്കജ് അദ്വാനി എല്ലാവർക്കും അറിയാം, പങ്കജ് അദ്വാനി ഈസ് റിലേറ്റഡ് ടു ബില്യാർഡ്സ് ആണ്. സോ 2025 CCI ബില്യാർഡ്സ് ക്ലാസിക് ടൈറ്റിൽ ആരാണ് വിൻ ചെയ്തത്? പങ്കജ് അദ്വാനി ആയിരുന്നു. മാച്ച് എവിടെ നടന്നത്? മുംബൈയിലാണ് നടന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ദോഹ ഡയമണ്ട് ലീഗ് 2025. സോ ഫേമസ് ജാവലിൻ ത്രോവർ ആയിട്ടുള്ള നീരജ് ചോപ്ര നമുക്ക് എല്ലാവർക്കും അറിയാം. ഹി ഹാസ് ക്രോസ്ഡ് 90 മീറ്റർ മാർക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഫിനിഷസ് സെക്കൻഡ്. സോ ദോഹ ഡയമണ്ട് ലീഗിൽ സെക്കൻഡ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ജാവലിൻ ത്രോവർ നീരജ് ചോപ്ര. ഹി ഹാസ് ക്രോസ്ഡ് 90 മീറ്റർ മാർക്ക്. അപ്പോൾ കരിയർ ബെസ്റ്റ് ആയിട്ടുള്ള 90 മീറ്റർ ക്രോസ് ചെയ്തിട്ട് ആണ് സെക്കൻഡ് പൊസിഷൻ അച്ചീവ് ചെയ്തത്. 90.23 മീറ്റേഴ്സാണ് ലെങ്ത് വരുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ വന്നത് ജർമ്മൻ ജാവലിൻ ത്രോവർ ആയിട്ടുള്ള ജൂലിയൻ വെബറാണ് ഫസ്റ്റ് പൊസിഷൻ വന്നത്. നീരജ് ചോപ്രേൻ്റെ കരിയറിലെ ബെസ്റ്റ് ത്രോ ആയിരുന്നു ദോഹ ഡയമണ്ട് ലീഗ് 2025 നടന്നത്. അതാണ് നമ്മുടെ മെയിലെ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ന്യൂസ്. നമുക്കിനി
ഇമ്പോർട്ടൻറ്റ് ബുക്സ് നോക്കാം. ഫസ്റ്റ് ഒരു ബുക്കാണ് ജനതാ കി കഹാനി മേരി ആത്മകഥ. ജനതാ കി കഹാനി മേരി ആത്മകഥ ഹരിയാനയിലെ ഗവർണറായിട്ടുള്ള ബന്ദാരു ദത്താത്രേയൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ജനതാ കി കഹാനി മേരി ആത്മകഥ. ആരാണ് ബുക്ക് റിലീസ് ചെയ്തത്? നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ജഗദീപ് ധൻഖറാണ് ബുക്ക് റിലീസ് ചെയ്തത്. ഇപ്പോൾ എക്സാംസിന് ബുക്ക് ആരാണ് റിലീസ് ചെയ്തത്, ബുക്കിൻ്റെ ഓഥർ, ബുക്കിൻ്റെ പേരും ഓഥറും അല്ലാണ്ട് ബുക്ക് ആരാണ് റിലീസ് ചെയ്തതെന്ന് കൂടി നമ്മൾ നോക്കി വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇതൊരു ബുക്കല്ല, 2 മാനുസ്ക്രിപ്റ്റ്സ് ആണ്. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് റിവൈസ് 2 റെയർ ആയുർവേദിക് മാനുസ്ക്രിപ്റ്റ്സ്. 2 ആയുർവേദിക് മാനുസ്ക്രിപ്റ്റ്സ് അവർ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ദ്രവ്യരത്നാകര നിഘണ്ടു, രണ്ടാമത്തെ ദ്രവ്യനാമകര നിഘണ്ടു. ഈ 2 മാനുസ്ക്രിപ്റ്റ്സ് ആണ് അവർ റിവൈവ് ചെയ്തിരിക്കുന്നത്. നിഘണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനൽ ഡിക്ഷണറി ഇൻ ആയുർവേദ ആണ്. അപ്പോൾ ഇത് 2 എന്താണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആലോചിച്ച് വയ്ക്കുക, ആയുർവേദം. നെക്സ്റ്റ് ഒരു ബുക്ക് നോക്കാം. PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ത്രൂ ദ ഇയേഴ്സ്. ഇതാണ് ബുക്കിൻ്റെ പേര്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ത്രൂ ദ ഇയേഴ്സ്, PMO. ആരാണ് ഓഥർ? ഹിമാൻഷു റോയ് ആണ് ഓഥർ. നെക്സ്റ്റ് ഒരു ബുക്കാണ് ദ ജോൺസൺ ആൻഡ് ജോൺസൺ ഫയൽസ് ദ ഇന്ത്യൻ സീക്രറ്റ്സ് ഓഫ് എ ഗ്ലോബൽ ചേഞ്ച്. അപ്പോൾ ഈ ബുക്ക് ആരാണ് ഓഥർ? കോന്യൻ ഷെരീഫ് M ആണ് ഓഥർ. ഹി ഈസ് എ ജേർണലിസ്റ്റ് ഓഫ് ഇന്ത്യൻ എക്സ്പ്രസ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ജേർണലിസ്റ്റും കൂടിയാണ് കോന്യൻ ഷെരീഫ് M. എന്താണ് ബുക്കിൻ്റെ പേര്? ദ ജോൺസൺ ആൻഡ് ജോൺസൺ ഫയൽസ് ദ ഇന്ത്യൻ സീക്രറ്റ്സ് ഓഫ് എ ഗ്ലോബൽ ചേഞ്ച്. നെക്സ്റ്റ് ഒരു ബുക്കാണ് ടെസ്റ്റഡ്. ബുക്കിൻ്റെ ഓഥറാണ് പാറ്റ് കമ്മിൻസ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയറാണ്. പാറ്റ് കമ്മിൻസിൻ്റെ ബുക്കാണ് ടെസ്റ്റഡ്. നെക്സ്റ്റ് ബുക്കാണ് ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ്. ബുക്കിൻ്റെ പേര് എന്താണ്? ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ്. ആരാണ് ഓഥർ? പൂജ പുജാര. സോ ഇതാണ് പുജാര ഇന്ത്യൻ ക്രിക്കറ്ററാണ്. പുജാരൻ്റെ വൈഫിൻ്റെ ബുക്കാണ് ദ ഡയറി ഓഫ് എ ക്രിക്കറ്റേഴ്സ് വൈഫ് ബൈ പൂജ പുജാര. നെക്സ്റ്റ് ബുക്ക് ഇന്ദിരാഗാന്ധി ആൻഡ് ദ ഇയേഴ്സ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇന്ത്യ. ഈ ബുക്കിൻ്റെ ഓഥർ ആരാണ്? ശ്രീനാഥ് രാഘവൻ്റെ ബുക്കാണ് ഇന്ദിരാഗാന്ധി ആൻഡ് ദ ഇയേഴ്സ്. നെക്സ്റ്റ് ബുക്ക് UP ഗവർണറായിട്ടുള്ള ആനന്ദിബെൻ പട്ടേലിൻ്റെ ബയോഗ്രാഫിയാണ് ചുനൗത്തിയാം മുझे പസന്ദ് ഹെ. ഓക്കെ. നെക്സ്റ്റ് ബുക്കാണ് വൈറ്റ് ലില്ലീസ് ബൈ വിദ്യാകൃഷ്ണൻ്റെ ബുക്കാണ് വൈറ്റ് ലില്ലീസ്. അടുത്തൊരു ബുക്കാണ് ഒറിജിനൽ സിൻ ബുക്ക് ഓൺ ബൈഡൻസ് ഹെൽത്ത് ഡിക്ലൈൻ. ഓക്കെ, ഒറിജിനൽ സിൻ ബുക്ക് ഓൺ ബൈഡൻസ് ഹെൽത്ത് ഡിക്ലൈൻ. ആരാണ് ഓഥർ? ജാക്ക് ടേപ്പർ. 2 പേരുണ്ട്, ജാക്ക് ടേപ്പർ ആൻഡ് അലക്സ് തോംസൺ. ഇവർ 2 പേരാണ് ഓഥേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിലെ സ്പോർട്സ് ന്യൂസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ബുക്സ്. നമുക്കിനി നമ്മൾ സ്പോർട്സും ബുക്സും കവർ ചെയ്തല്ലോ. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം എല്ലാവരും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സ്റ്റേറ്റ് ടോപ്ഡ് ദ മെഡൽ ടാലി അറ്റ് ദ 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025. അപ്പോൾ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ആരാണ് വിൻ ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരായിരുന്നു ഫസ്റ്റ് വന്നത്? മഹാരാഷ്ട്രയല്ലേ? യെസ്, ഓപ്ഷൻ D മഹാരാഷ്ട്രയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു വോൺ ദ വുമൻസ് സിംഗിൾസ് ടൈറ്റിൽ അറ്റ് ദ 2025 ഇറ്റാലിയൻ ഓപ്പൺ. ഇറ്റാലിയൻ ഓപ്പണിൽ വുമൻസ് സിംഗിൾസ് ടൈറ്റിൽ ആരാണ് വിൻ ചെയ്തത്? ജാസ്മിൻ പവോലിനിയാണ് വിൻ ചെയ്തത്. ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ എക്സാംസിലൊക്കെ കണ്ടുവരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഗിവൺ ആർ കറക്റ്റ്. ഓക്കെ, ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ശ്രീഹരി LR ഓഫ് തമിഴ്നാടു ബിക്കെയിം ദ 86th ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. അല്ലേ, 86th ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ആയിട്ട് ശ്രീഹരി LR അല്ലേ, നമ്മൾ പഠിച്ചതാണ്. യെസ്. പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. R പ്രജ്ഞാനന്ദ വോൺ ദ സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക്. സോ യെസ്, അതും കറക്റ്റ് അല്ലേ ആ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തായിരിക്കും? 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ബോത്ത് 1 and 2 ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ദ സുധർമാൻ കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്ട്. സുധർമാൻ കപ്പ് ഏത് സ്പോർട്ടായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബാഡ്മിൻ്റനല്ലേ നമ്മൾ പഠിച്ചത്? യെസ്, ഓപ്ഷൻ B ബാഡ്മിൻ്റൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് സ്റ്റേറ്റ് ടോപ്ഡ് ദ മെഡൽ ടാലി അറ്റ് ദ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് 2025. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ഫസ്റ്റ് എഡിഷൻ ആണ്. ആരാണ് ടോപ്പ് വന്നത്?
മണിപ്പൂരല്ലേ ടോപ്പായത്? യെസ്, ഓപ്ഷൻ ഡി മണിപ്പൂരാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഓട്ടോബയോഗ്രഫി ജനതാ കി കഹാനി മേരി ആത്മകഥ ബൈ ഗവർണർ ബന്ദാരു ദത്താത്രേയ വാസ് റിലീസ്ഡ് ബൈ. ഹരിയാനത്തെ ഗവർണറായിരുന്നു, ഗവർണറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ്. സോ ഇത് ആരാണ് ഈ ബുക്ക് റിലീസ് ചെയ്തത്? വൈസ് പ്രസിഡൻ്റ് ആണ്. ആരാണ്? ജഗ്ദീപ് ധൻകറാണ്. ഓപ്ഷൻ ബി ജഗ്ദീപ് ധൻകർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രവ്യരത്നാകര നിഘണ്ടു ആൻഡ് ദ്രവ്യനാമകര നിഘണ്ടു ആർ ടു റയർ മാനുസ്ക്രിപ്റ്റ്സ് റിലേറ്റിംഗ് ടു. ഇത് രണ്ട് മാനുസ്ക്രിപ്റ്റ്സ് എന്തായിട്ടാണ് റിലേറ്റ് ചെയ്തിരുന്നത്? ആയുർവേദയല്ലേ? യെസ്, ഓപ്ഷൻ എ ആയുർവേദ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ടെസ്റ്റഡ്? ടെസ്റ്റഡ് എന്ന ബുക്കിൻ്റെ ഓതർ ആരാണ്? ഒരു ക്രിക്കറ്ററായിരുന്നു അല്ലേ? ഓസ്ട്രേലിയൻ ക്രിക്കറ്ററായിട്ടുള്ള പാറ്റ് കമ്മിൻസിൻ്റെ ബുക്കാണ് ടെസ്റ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ത്രൂ ദ ഇയേഴ്സ്? ആരുടെ ബുക്കാണത്? ഹിമാൻഷു റോയ് അല്ലേ? യെസ്, ഓപ്ഷൻ സി ഹിമാൻഷു റോയ് ഇസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who recently became the fastest player to score 13,000 runs in Test cricket? ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫാസ്റ്റായിട്ട് 13,000 റൺസ് സ്കോർ ചെയ്ത ആരാണ്? ജോ റൂട്ടാണ്. യെസ്, ഓപ്ഷൻ എ ജോ റൂട്ടാണ്. ഇംഗ്ലണ്ട് പ്ലെയറാണ്, ഇംഗ്ലണ്ട് ക്രിക്കറ്റ് പ്ലെയറാണ് ജോ റൂട്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസ്. സോ ഇനി നമ്മൾ വേറെ ഒരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു ഓൾ.